നമസ്കാരം. എല്ലാവർക്കും ഷാബിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ബഹുമാനി, നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർജി, അദ്ദേഹമാണ് ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഒരു താത്വികാചാര്യൻ, കുറച്ച് വിവരമൊക്കെയുള്ള ആളാണ്. എൻ്റെ താത്വിക ആചാര്യനായ ജയശങ്കർജി നമ്മൾ ഈ പൊതു സദസ്സിൽ നിന്ന് പറയുമ്പോൾ അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ പബ്ലിക് അറിയില്ലല്ലോ. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പല കാര്യങ്ങൾ പറഞ്ഞതിലെല്ലാം ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ ഭരണം ശ്രമിക്കുന്നത്, അത് ഒരു ശരിയായത്. പക്ഷെ മറ്റു പല കാര്യങ്ങളിലും അപാകതയുണ്ട് സാർ. ഞങ്ങൾക്ക് മോശമാണ്, ഞങ്ങൾ ഗുരുവായിട്ട് കാണാണെന്നേ. നേരത്തെ പറഞ്ഞ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരൊറ്റ ക്രിസ്ത്യാനികളും ജയിച്ചിട്ടില്ല, മുസ്ലിങ്ങളില്ലാത്ത ആരും ജയിച്ചിട്ടില്ല. ഒറ്റ ക്രിസ്ത്യാനി ജയിച്ചില്ല, പിന്നെ മുസ്ലിങ്ങളില്ലാത്ത ജയിച്ചിട്ടില്ല, അല്ല മുസ്ലിങ്ങളില്ലാത്തത്. ഞാൻ ചോദിക്കട്ടെ, AK ആൻ്റണി ജയിച്ച് മലപ്പുറം ജില്ല, അതൊക്കെ നമ്മൾ പറഞ്ഞ കേസാണ്. അതിനുശേഷം എത്രയോ ഹിന്ദുക്കൾ മലപ്പുറം ജില്ലയിൽ ജയിച്ചിട്ടുണ്ട്, മന്ത്രി ആയിട്ടുണ്ട്. അതൊക്കെ കൂടെ ഇപ്പം പറയുന്നത് കേരള മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പല്ലാതെ ഒരു പട്ടികജാതി പട്ടികക്കാരനും കൈകാര്യം ചെയ്തിട്ടില്ല എന്നാണ് പരസ്യമായിട്ട് ലോകം മുഴുവൻ പോകുന്നതായിരിക്കുമല്ലോ. എന്താണ് സാർ? KK ബാലകൃഷ്ണൻ, PK ബാലൻ, MK കൃഷ്ണൻ, ഇന്നാള് പാർലമെൻറ്റിലേക്ക് പോയ രാധാകൃഷ്ണൻ, അവർ എത്ര മന്ത്രിമാർ, ഇലക്ട്രിസിറ്റി ബോർഡ്, വനം വകുപ്പ് ഒക്കെ ഭരിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ എന്താണ് ഈ പറയുന്നത്? ചില പറയുന്നത് സുരേഷ് ഗോപി വെള്ളം പൂശാൻ വേണ്ടിയാണ്. എന്തെങ്കിലും ആകട്ടെ, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്ന് ശ്രദ്ധിക്കേണ്ട പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അക്ഷരങ്ങൾ ചേരുമ്പോൾ വാക്കുകളാവും, വാക്കുകൾ ചേരുമ്പോൾ വാചകമാവും. അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കിന് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാചകത്തിനും അതിൻ്റെ ആശയമുണ്ട് സാർ. ദയവ് ചെയ്ത് അങ്ങ് സംഘ് അനുകൂലികളായ ചിലരെ രക്ഷിക്കാൻ വേണ്ടി ഇതുപോലെ മണ്ടത്തരങ്ങൾ പറയില്ല എന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം, സ്നേഹത്തിൻ്റെ ഭാഷ. മറ്റൊന്ന്, അഷ്ടബന്ധം എന്ന സിനിമയുണ്ട്. അതാരെഴുതിയറിയും? പിന്നെ ശ്രീമൂലം വിജയൻ്റെ അനുജൻ ശ്രീമൂലം മോഹൻ എഴുതിയ നോവലാണ്. ആ നോവൽ സിനിമയായി. ആ സിനിമയിൽ എങ്ങനെയാണ് വിഗ്രഹങ്ങൾ സ്വയംഭൂ ആവണത് എന്നുള്ളത് പറയുന്നുണ്ട്. അതായത് വിഗ്രഹം കട്ടുകൊണ്ടുപോയ കള്ളക്കടത്തുകാരൻ അല്ലെങ്കിൽ കള്ളൻ പോലീസ് ഒന്ന് പേടിച്ച് ഏതോ കാട്ടിലേക്ക് ഇട്ടു, എന്നിട്ട് അവനോട് പോയി. പിറ്റേന്ന് പിള്ളേരും അവിടെ അപ്പിടാനൊക്കെ ആയിട്ട് വന്നപ്പോൾ, കളിക്കാനൊക്കെ വന്നപ്പോൾ വിഗ്രഹം കിടക്കുന്നു. അപ്പോൾ എന്നിട്ട് സ്വയംഭൂവായി തന്നെത്താനും ഉണ്ടായതാണ്. ഈ ലോകത്ത് നമ്മൾ കഴിഞ്ഞ പറഞ്ഞല്ലോ, 1 രൂപ തൊട്ടിനെ നിങ്ങൾക്ക് ഒന്ന് അനക്കാൻ ശക്തിയുള്ള ഏതെങ്കിലും ശക്തി ഇന്ന് ഈ ലോകത്തുണ്ടെങ്കിൽ, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയിലും, നമ്മൾ പറഞ്ഞ സമാനം ചെയ്യാം. ഇല്ലെന്ന് തന്നെ പറയുന്നത്. പാന്നിലേക്ക് സ്വയംഭൂവൊന്നും ആരും ഉണ്ടാവില്ല, അതൊന്നും ലോകത്ത് സാധ്യമല്ല, ഉണ്ടായിട്ടില്ല. അത് കൊണ്ടെന്ന് ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു അർത്ഥജടിലമാണ്, അബദ്ധജടിലമാണ്, കോമരങ്ങൾ, തെറ്റാണ്. ഇപ്പോൾ പാലാ ബിഷപ്പ് ഹൗസ് ചെയ്ത കോമഡിൽ നിങ്ങളിതൊക്കെ പറയുന്ന ആരോ മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ ഈ ലോകത്ത്, അവരൊക്കെ മുൻപിലേക്ക് കൂടി നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ ചില സംശയങ്ങളെന്ന് വെച്ചാൽ, പാലാ ബിഷപ്പിൻ്റെ കോമഡിൽ കപ്പയ്ക്ക് മണ്ണെടുത്തപ്പോൾ വിഗ്രഹങ്ങൾ കണ്ടുവന്നാണ്. അത് ശിവലിംഗം കൊണ്ട് മറ്റുമുണ്ട്. സാധാരണഗതിയിൽ കപ്പ നടാനായിട്ട് ഒരു 1 അടി 2 അടിക്കുള്ള ആരും താഴ്ത്തുള്ളൂ, മാക്സിമം 2 അടിക്ക്, ഒരു 1-1.5 അടിക്ക് താഴ്ത്തുള്ളൂ. അത് JCB അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന് ഇത്രയും ആഴത്തിൽ കുഴിക്കേണ്ട ആവശ്യമെന്ത്? ഏത് സാഹചര്യത്തിൽ ഇത്രയും ആഴത്തിൽ കുളിച്ച് കിണറ്റിനൊക്കെ കിടന്ന വിഗ്രഹം കണ്ടു എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതിൻ്റെ പുറകിലുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ തട്ടിപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യം? ഇതൊക്കെ പോലീസ് അന്വേഷിക്കണം. പക്ഷെ നമ്മൾ പോലീസ് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു വിഗ്രഹം കണ്ട പിന്നെ അത് തന്നെ പ്രമാണം, അല്ലാതൊന്നും പറഞ്ഞില്ല. എന്താണ് അതിൻ്റെ പുറകിൽ ഇപ്പോഴത്തെ കളി? ഇങ്ങനെ നോക്കുമ്പോൾ
ഞാൻ ഇന്നലെ പറഞ്ഞ് രാജാക്കന്മാർ ഭരിച്ച ലോകമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ അന്ന് രാജാക്കന്മാർ കലാകാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ വിഗ്രഹങ്ങൾ കൊത്തി ഇങ്ങനെ പോകും. അതെന്നിട്ട് അവർക്ക് ജീവിക്കാനുള്ള കാശ് കൊടുക്കും. അതവിടെ ഇട്ട് കിടക്കും. കാലാന്തരേണ്ട മണ്ണിൻ്റെ അടി പോകും. പിന്നെ കാണുക. അങ്ങനെ ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അതുകൂടാതെ എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ നഷ്ടപ്പെട്ട കേസുകൾ വരാം. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ പൂജ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വകാര്യ സ്വത്ത് ഇന്നും സ്വകാര്യ സ്വത്തിന് അധികാരമില്ലേ, പവറില്ലേ, അവകാശമില്ലേ? അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു മതത്തിൻ്റെ പേരിൽ ചെന്ന് കയ്യേറി അവിടെ പൂജ നടത്താന്ന് പറഞ്ഞാൽ എന്താണ് നീതിയാൽ? തർക്കം ഉണ്ടാകാം. തർക്കം ഉണ്ടെങ്കിൽ കോടതി ഇടപെടണം, കോടതി ചോദിക്കട്ടെ. കോടതി ഇടപെട്ടാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാമല്ലോ, ഒരു ഇടപെടില്ല. വിഗ്രഹത്തിന് അനുകൂലമായിട്ടല്ല, വേറെ ഒന്നും പറയില്ല. അങ്ങനെയാണ് എന്തെല്ലാം സംഭവങ്ങൾ പറയുന്നത്. ഇവിടെ എഴുതപ്പെട്ട് നിയമമുണ്ടല്ലോ. 47 ശേഷം, സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ എവിടെയെല്ലാം സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ കിട്ടും, അത് അതുപോലെ തന്നെ നിൽക്കണം. അതിൽ അങ്ങോട്ട് കുറക്കാനോ കൂട്ടാനോ പാടില്ല എന്ന് വ്യക്തമായൊരു നിയമമുണ്ട്. ഭരണഘടന അനുസരിച്ച് 91 ഉണ്ടാക്കിയ നിയമം. ആ നിയമം നിലനിൽക്കുകയാണ് കോടതിയും വക്കീലും ജഡ്ജിമാരൊക്കെ ഉരുട്ട് കളിച്ചുകൊണ്ട് ആ നിയമത്തെ കാറ്റിപ്പറത്തത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വീണ്ടും പറയാണ്. കേസ് പ്രതിക്ക് വേണ്ടി വക്കീല് കേസ് വാദിച്ചപ്പോൾ കേസ് ജയിക്കാൻ വേണ്ടി വക്കീൽ എന്ത് പറഞ്ഞു കൊടുത്ത്, ജഡ്ജി എന്ത് ചോദിച്ചാൽ ബബ്ബ പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചെല്ലാം ബബ്ബ പറഞ്ഞപ്പോൾ ഇത് പൊട്ടാന്ന് ചോദിച്ചാൽ കേസ് തള്ളി ജയിച്ചു. പക്ഷെ ഈ വക്കീൽ അവസരം ഫീസ് ചോദിച്ചപ്പോൾ ഇയാൾ ബബ്ബ പറഞ്ഞു, ഫീസ് കൊടുത്തില്ല. അപ്പം നിങ്ങൾ ഇപ്പം ഈ ബബ്ബ കളിച്ചാൽ നാളെ ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചടിക്കും. ഓരോ സംഭവങ്ങൾ തിരിച്ചടിക്കും. അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം, ഈ അടുത്ത കാലത്തായി ക്രിസ്തീയ സഭയിൽ ചിലർ മുസ്ലിം സമുദായത്തെ അറിഞ്ഞോ അറിയാതെയോ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ഇതുപോലൊരു സാഹചര്യം ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ വരുമ്പോൾ ഇവിടുത്തെ മറ്റ് ന്യൂനപക്ഷങ്ങളെല്ലാം പക്ഷം പിടിക്കുന്നതല്ല പറയുക. പക്ഷെ ആ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തിന് കൂടി മുൻതൂക്കം കൊടുക്കണമെന്ന് വൃത്യം പറയാണ്. അവിടെ നമ്മൾ വളഞ്ഞ വഴിയോ വക്രബുദ്ധിയോ അല്ലെങ്കിൽ ഒരു പകരമൊന്നും വീട്ടാൻ നോക്കരുത്. സഭയുടെ കുഞ്ഞാടുകൾ ചിലവർ പല മേഖലകളിലും ഇങ്ങനെ ഈ സമുദായത്തോട് പക കിട്ടാൻ നോക്കി. കാസയൊക്കെ വന്നതിന് ശേഷമാണത്. അതിന് മുമ്പ് അത്ര ഉണ്ടായില്ല. പക്ഷെ മുസ്ലിം സമുദായത്തിൽ നമ്മൾ പറയുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെ വരുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കാനല്ല പറയുന്നത്, പക്ഷെ അവർക്ക് കൂടി നിങ്ങൾ അവരെ കൂടി കാര്യം ശ്രദ്ധിച്ച് വേണ്ടി തീരുമാനം എടുക്കാവുള്ളൂ എന്ന് വിനീതം അഭ്യർത്ഥിക്കുകയാണ്. അവിടെ നിന്ന് വൈരാഗ്യ ബുദ്ധിയോ അല്ലെങ്കിൽ അത് അവനെ ചെയ്തില്ലേ അവന് കൊള്ളണം എന്ന് പറയുമ്പോൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ അപകടമാണ്. അങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ടാക്കി ഭാഗികമായിട്ട് ആൾക്കാരുണ്ടാക്കി നശിപ്പിച്ച് ശക്തി കുറച്ച് അങ്ങനെ ന്യൂനപക്ഷങ്ങളെയും പിന്നീട് പിന്നോക്കരെയും പിന്നീട് ദളിത് വിഭാഗത്തേക്ക് ഒതുക്കി ബ്രാഹ്മണക്ക് ലോബി അല്ലെങ്കിൽ ആര്യ സവർണ ഫാസിസം നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനത ഇന്ത്യയിലുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. ഞാൻ പണ്ട് ബഹുജൻ സമാജ് പാർട്ടിയിൽ ഇരിക്കുമ്പോൾ അന്ന് കല്ലറ സുകുമാരനൊക്കെയാണ് പ്രസിഡന്റ്, ഞാൻ ജനറൽ സെക്രട്ടറി. അന്ന് ഞങ്ങൾ ഈ ചർച്ച ചെയ്യുമോ ഏത് കാര്യമാണ്, കുമാരനാശാൻ്റെ വധത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്. അന്ന് കല്ലറ സുകുമാരനൊക്കെ പറഞ്ഞാൽ കുമാരനാശാൻ നീന്തൽ അറിയുന്ന ആളല്ലെന്ന് അന്ന് പറഞ്ഞു. ഇപ്പം ഇന്നാളൊരു പുണ്യവാളം പറഞ്ഞിട്ട് കുമാരനാശം ശരിക്കും നീന്തൽ അറിയാം. എന്തുവാകട്ടെ, ഒരു ചെറിയ ബോട്ടാണ്, ലാസ്റ്റ് ബോട്ടൊക്കെ കയറിപ്പോൾ ഒരു 50 പേര് നല്ല തടിമാടന്മാർ ശുഭ്രവസ്ത്രധാരികൾ കയറി ഈ ബോട്ടിൽ കയറി. കായലിൻ്റെ അല്ലെങ്കിൽ നടക്ക് ചെന്നപ്പോൾ ഈ 50 ഒരു വശത്തേക്ക് മാറിയപ്പോൾ ബോട്ട് ചരിഞ്ഞു. അങ്ങനെയാണ് വെള്ളത്തിൽ മുങ്ങിയത്. കുമാരനാശൻ നീന്താൻ അറിയില്ല, അതുകൊണ്ട് വെള്ളം കുടിച്ച് മരിച്ചു എന്നൊക്കെയാണ്. അപ്പം അതിന് മുൻപൊരു സംഭവം ഉണ്ടായിരുന്നത് ദുരവസ്ഥയ്ക്കെതിരെ ദുരവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് കുമാരനാശൻ പറഞ്ഞതായിട്ടും അതിന് പകരം അതെല്ലാം ചേർത്ത് വെച്ച് പുതിയൊരു പുസ്തകം എഴുതുന്നുണ്ടെന്നും പറഞ്ഞാണ് ആ പുസ്തകം പണിപ്പോലിരിക്കെ ആ പുസ്തകം റിലീസിൻ്റെ തലേന്ന് മറ്റാണ് കുമാരനാശൻ അപകടം. അത് ഈ ഒരു ക്രിസ്ത്യൻ ഇന്നലെ പറയുന്നത് അത് മുസ്ലിങ്ങളാണ് ചെയ്തതെന്നാണ്. ഏതാണ് സത്യം? ജനങ്ങൾ എന്താ വിചാരിക്കുക? അപ്പോൾ ഈ പിന്നെ സംഘികളെല്ലാം അത് അങ്ങനെ വിശ്വസിക്കും, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ വിശ്വസിക്കും. അങ്ങനെ 2 ധ്രുവകളിൽ നിന്നുകൊണ്ട് വിശ്വസിച്ച് കൂടി വൈരാഗ്യം കൂടി വരാമെന്നല്ലാതെ സത്യം അറിയുന്നില്ല. ഇപ്പോൾ ആയിരക്കണക്കിന് ചാനലുണ്ട്. ഒരു ചാനലിൽ പറയുന്ന ഗ്രൂപ്പ് അവൻ പറഞ്ഞാൽ അത് കേൾക്കുള്ളൂ, മറ്റു ഗ്രൂപ്പൊക്കെ കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ തിരുത്തി പറയുമ്പോൾ അത് കേൾക്കേണ്ടവൻ കേൾക്കുന്നില്ല, അത് കേൾക്കാത്തവൻ കേട്ട് അത് അവൻ്റെ വൈരാഗ്യം വീണ്ടും കൂടാണ്. അങ്ങനെ ജനങ്ങളെ വൈരാഗ്യ ബുദ്ധിയാക്കി മാറ്റി ഒന്നിനും കൊള്ളില്ലാത്ത ഒരു വർഗമാക്കി മാറ്റാനുള്ള ശ്രമമാണ്.
മറ്റൊന്ന്, ഇപ്പോൾ ഈ ലഹരി, എന്താണ് ലഹരി? ലഹരിയുടെ ഉപയോഗിച്ച് രണ്ട് കാര്യം. ഒന്നുകിൽ അവൻ മയങ്ങി ദുർബലനായി കിടക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കണം. രണ്ടും അപകടമാണല്ലോ, രണ്ടും നാടിന് അപകടമാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് പ്രതികരണ ശേഷി ഇല്ലാത്ത രീതിയിലാക്കണം. ഞാൻ പണ്ട് ഒരു കാര്യം നമ്മൾ പറയാണ്ട്, TN ശേഷനാണല്ലോ നമ്മുടെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനെ. അദ്ദേഹം ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമം എന്താ അറിയുമോ? ഒരാളുടെ വീടിൻ്റെ മതിലിൽ ചുമര് എഴുതണമെങ്കിൽ ആ ആളുടെ അനുവാദം വേണം. എത്ര ക്ലീനായ ഉത്തരം അത്, എത്ര നല്ല ചിന്ത അത്, കുറ്റം പറയാൻ പറ്റുമോ? പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്നൊരു വ്യത്യാസം അറിയോ? ഈ സിറ്റികളിലും മതിലുകളിലും ആർക്കവിടെ ദളിതരുണ്ടോ, ന്യൂനപക്ഷങ്ങൾക്കുണ്ടോ, പിന്നോക്കരുണ്ടോ? ഒന്ന് രണ്ട് പിന്നോക്കം, ഒന്ന് രണ്ട് ന്യൂനപക്ഷം ക്രിസ്ത്യാനികൾക്കുണ്ട്. ബാക്കി മുഴുവൻ ഉള്ളത് ഇവിടുത്തെ സവർണ സമ്പന്നക്കർമ്മകത്തല്ലേ. അപ്പോൾ അവൻ്റെ ചുമര് എഴുതണമെങ്കിൽ അവൻ്റെ അനുവാദം വേണമെന്ന് വെച്ചാൽ അവന് ഇഷ്ടത്തെ കൊടുക്കൂല. ആ ബുദ്ധികൾക്ക് മനസ്സിലാകട്ടെ. ഞാൻ വ്യാഖ്യാനിക്കണ്ടല്ലോ. അത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതോ ഒരു ജഡ്ജി പറഞ്ഞതാണ് ഫ്ലെക്സ് വയ്ക്കാൻ പാടില്ല. അതിലൊരു ലോജിക്ക് എന്നറിയോ? ജഡ്ജി പറഞ്ഞ നല്ല ഉദ്ദേശം പറ്റാൻ ഞാൻ കുറ്റപ്പെടുത്തില്ല അത്. പക്ഷെ ആ ഒരു ഉദ്ദേശം, ഫ്ലെക്സ് എന്ന് പറയുമ്പോൾ ഓരുണ്ടെങ്കിലും പ്രിന്റ് ചെയ്ത് വയ്ക്കാം, മറ്റൊക്കെ പ്രിന്റ് ചെയ്യാം. പക്ഷേ മറ്റ് ബാനർ പിന്നെ പോസ്റ്റർ, ഇതിൽ കടലാസിൽ പോസ്റ്റർ, അത് ആയിരക്കണക്കിന് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 5 10 പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആയിരക്കണക്കിന് പ്രിന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത പാവപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണ ശേഷി കാണിക്കണം എന്ന് വിചാരിച്ചാൽ അത് പറ്റൂല. നേരിട്ട് പോകുക പറ്റുണ്ടോ? നല്ല കാര്യമല്ലേ. പക്ഷേ ഇൻഡയറക്റ്റ് എന്താണ്, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള അടിയൊഴുക്കുകൾ മനസ്സിലാക്കി, വരികൾക്കിടയിലൂടെ മനസ്സിലാക്കി, പിന്നെ അതിൻ്റെ വ്യംഗ്യത്തിനുള്ള അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഓരോ സമയത്തും സമയത്തെല്ലാം ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, മാരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ സമ്മേളനം, പാലാ ബിഷപ്പ് പറമ്പിൽ വിഗ്രഹം കെട്ടു, കോടിക്കണക്കിന് അഴിമതി കടന്ന്, ഇതെല്ലാം ഏതാണ്ട് ഈ സമയത്ത് സംഘപരിവാറിൻ്റെ നേതാവ് പിന്നെ അദ്ദേഹം കേരളത്തിലുണ്ട്, എറണാകുളത്തുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ ചെറിയ ഭയപ്പാടുണ്ട്. അതെന്താണെന്നുള്ളത് മുഴുവൻ നമ്മുടെ മനഃശാസ്ത്രത്തിൽ മനസ്സിലേക്ക് തെളിയുന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. എന്തോ ചെറിയ ഡൗട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബാബരി മസ്ജിദ് പൊളിക്കുന്ന ഏതാനും ദിവസം മുൻപ് രാജഗോപാലിനും ശ്രീധരൻപിള്ളയും തങ്ങളെ കാണാൻ ചെന്നു. അപ്പോൾ സംഘപരിവാർ അല്ലെങ്കിൽ BJP ആയ നേതാക്കൾ തങ്ങളെ കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു, അത് നല്ല സ്വഭാവമാണ്, കാലം മാറി തിരിച്ചു വന്നു ചോദിച്ചു. എന്താ സംഭവം? പിറ്റേ ആഴ്ച 6-ാം തീയതി ബാബരി മസ്ജിദ് പൊളിക്കുമ്പോഴല്ലോ ഇന്ത്യയിൽ പല സ്ഥലത്തും കുഴപ്പമുണ്ടാവും, മലപ്പുറത്ത് പ്രത്യേകിച്ചും. അപ്പോൾ അവിടെ ഉണ്ടാക്കിയാൽ സംഘപരിവാർ അടികൊള്ളും, മറ്റെവിടെയാണെങ്കിൽ അടികൊള്ളില്ല. അത് അവിടെ അടിയിലാക്കാതിരിക്കാൻ വേണ്ടി തങ്ങളെ സോപ്പിട്ടാണ് അത് വിജയിക്കുകയും ചെയ്തത്. അത് മനസ്സിലാക്കിയപ്പോഴാ ഞങ്ങൾ പറയാറുള്ള ഈ മനഃശാസ്ത്രജ്ഞൻ, ദൈവം, സാധാരണ മനുഷ്യൻ, ഇത് തമ്മിൽ വ്യത്യാസം ലഘുവായിട്ട് പറഞ്ഞാൽ, ദൈവത്തിന് ഞാൻ എന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്നറിയാൻ പറ്റും. സിമ്പിൾ ഉദാഹരണങ്ങൾ പറയാണ്. ബേസിക്കലി ഞാൻ ടീച്ചർ, ഞാൻ എന്താണ് ചിന്തിക്കാൻ പോകുന്നുള്ളത് ദൈവത്തെ അറിയണം. ഒരു മനഃശാസ്ത്രത്തിന് മൊയ്തീൻ ഷാ ഇന്നതാണ് ചിന്തിക്കുന്നില്ലെന്ന് അറിയാം. ഒരു സാധാരണക്കാരാണെങ്കിലോ ഞാൻ ചിന്തിച്ച് നമ്മൾ പറയും, അതാണ് മൊയ്തീൻ ഷാ ചിന്തിച്ചതെന്ന് പറയും. അതാ വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലാക്കണം വ്യത്യാസം. അതുപോലെ എന്തൊക്കെയോ ചില സംഭവവികാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇതിന് പുറകിൽ നടമാടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാകും. എന്താണെന്ന് മുഴുവൻ ക്ലിയർ ആകുന്നില്ല, അത്ര കൊണ്ട് ആഴത്തിൽ പഠിച്ചിട്ടുമില്ല. അപ്പോൾ ഏതായാലും സംഗതി വളരെ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്കാണ് ഇന്ത്യ രാജ്യം, പ്രത്യേകിച്ച് കേരളവും പോകുന്നത്. ഇതിനിടയിലാണ് ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഒരു പക്ഷേ ഇന്ത്യയിലെ സ്ഥാപക പ്രസിഡന്റിൽ കൂടി പറയാണ്, ഇന്ന് ആന്റണി പെരുമ്പാവൂർ. ആരായിരുന്നു ആന്റണി പെരുമ്പാവൂർ? മോഹൻലാൽ എന്നൊരു സിനിമാ സംവിധായകൻ അല്ലെങ്കിൽ ആക്ടറുടെ ഡ്രൈവറായിരുന്നു. അതിൽ കവിഞ്ഞൊരു പാരമ്പര്യമോ പണമോ ഒന്നുമില്ല. ആന്റണി പെരുമ്പാവൂർ ഈ കോടിക്കണക്ക് 100-200 കോടി മുടക്കി സിനിമ പിടിക്കാനുള്ള കപ്പാസിറ്റി അവിടെ. ആന്റണി പെരുമ്പാവൂർ മാത്രമല്ല, മമ്മൂട്ടിയുടെ ചില ശില്പത്തികളുണ്ട്. ഇതെല്ലാം മമ്മൂട്ടിയുടെ മോഹൻലാലിലേക്ക് കോടിക്കണക്കിന് കള്ളപ്പണവും അല്ലാത്ത പണമൊക്കെ ഉപയോഗിച്ച് അവർ ഈ ലേബിൾ ചെയ്തിട്ട് ഇൻകം ടാക്സും മറ്റ് ടാക്സും എല്ലാം വെട്ടിക്കാനല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ച് നോക്കിയിട്ട് പറയാൻ പറ്റുമോ?
പറയാൻ പറ്റുമോ? ഇപ്പോൾ സുരേഷ് കുമാർ, സുരേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. സുരേഷ് കുമാർ ഈ പറഞ്ഞ മേനകയുടെ ഭർത്താവ് സുരേഷ് കുമാർ എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ആണെങ്കിൽ ഇതല്ലേ അദ്ദേഹം പറഞ്ഞത്, സിനിമാ നടന്മാർ വേറെ ലേബലിൽ സിനിമ പിടിക്കുന്നത് ശരിയല്ല, അങ്ങനെ സമ്മതിക്കില്ല. അതൊക്കെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മുഴുവൻ തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് മുഴുവൻ സംശയം തോന്നുന്നു. എൻ്റെ ആകർഷം ഒരു കാര്യം ശരിയാണ്, ഈ കള്ളപ്പണമൊക്കെ ഇട്ട് കളിച്ച് അതുപോലെ ലോക നായകരുമൊക്കെ ചേർത്ത് സിനിമ ഫീൽഡിനെയൊക്കെ താറുമാറാക്കി ആർക്കും കൊള്ളാത്ത സാധാരണക്കാരന് വന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാക്കിയിരിക്കുക സിനിമാ ഫീൽഡിൽ. ഏതുപോലെ പറയും ബസ് സർവീസ്, അന്നൊക്കെ പണ്ട് ഒരു 2000 മുമ്പിലും ഒരു ബസ് സർവീസ് ഉള്ള ആൾക്ക് സമൂഹത്തിൽ എന്ത് മാന്യതയായിരുന്നു. മുതലാളിയാണ്, നല്ലവനാണ്. 2000 ശേഷം ഗുണ്ടകളെ ഏൽപ്പിച്ച് 2000 രൂപ ബസ് ദിവസം എടുക്കും. 2000 രൂപ കൊടുത്തോളൂ മുതലാളിക്ക്, ഓടിയാലും കൊള്ള. അവർ കഞ്ചാവ് വായിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ഓടിയെന്ന് ചത്ത പോലും അത് നമുക്ക് വേറെ ആളുണ്ട്. അങ്ങനെയാണ്. ഇപ്പം ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാം ഒന്ന് ഇരുന്നോടി അധികം ബസ് മത്സരം ഇപ്പം അങ്ങനെ കാണുന്നില്ല. എങ്കിലും ഉണ്ട്, എങ്കിലും ആ പഴയതുപോലെ അത്ര സിറ്റിയിലും കാണുന്നില്ല. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. ഇതെല്ലാം സാധാരണക്കാരൻ. കടലിൽ തിരയുണ്ടായാൽ അത് കരയിലേ അവസാനിക്കുമെന്ന് പറയും പോലെ ഏതൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായാലും അത് അനുഭവിക്കുന്നത് സാധാരണക്കാരാണ്. ഒരു കമ്പനി ഉൽപ്പന്നമാക്കി അവന് ചെലവ് കൂടി അവൻ വില വർദ്ധിപ്പിക്കും. അവൻ ഉപയോഗിക്കുന്നില്ല, അവൻ നിർമ്മാതാവാണ്, ഉപയോഗിക്കുന്ന ഉപഭോക്താവ് വേറെയാണ്. അപ്പോൾ സാധാരണക്കാർ ഉപഭോക്താവ്, അത് സഹിക്കുന്ന ആരാണ്? അവനാണ്. അങ്ങനെ ഓരോ സംഭവങ്ങളും മനുഷ്യന് അനുകൂലമായിട്ട് അല്ല സംഗതി. ഇതൊക്കെ ഇനി ആരോടാണ് പറയാൻ ഉള്ളത്? ആർക്കും മനസ്സിലാകുന്നുണ്ട്. പണ്ട് ഈ മരം പറയുന്നവർ കേട്ട് ആരും വന്നാലും ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയും. മരം ഇങ്ങനെ ഓടിപ്പോകുന്നതായിട്ട് പേടിച്ച് ഓടിപ്പോകുന്നതായിട്ട് ടി വിയിൽ ഒരു പരസ്യം കണ്ടു. അതുപോലെ ആര് വന്നാലും എന്ത് ചെയ്താലും കോൺഗ്രസ് ആയാലും BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും RS എന്തോ ആയാലും എൻ്റെ തീർത്ത ഫലം അനുഭവിക്കുന്നത് 2 പേർക്കാണ്. ഒന്ന് സാധാരണക്കാരും, പിന്നെ വനിതകളും കുട്ടികളും. സാധാരണക്കാർക്ക് തന്നെയാണ്. വലിയവർക്ക് എന്താണ്? അവർ ചിലവ് കൂടിയാൽ അവനുണ്ടാക്കും, ഉൽപ്പന്നം വില കൂട്ടും. ഇപ്പോഴത്തെ വില ബാധ്യത എങ്ങനെയെന്നറിയോ? വളരെ കൂടുതൽ, ചില 50%, 60% കൂടിയിട്ടുണ്ട്. ഇപ്പം അതൊരു അങ്ങനെ ലേസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ കുപ്പിയിൽ എയർ കയറ്റിയിട്ട് ഗ്യാസ് പോലെ പാക്കിൽ 5 രൂപയുള്ളത് പറഞ്ഞത്. എന്നാലോചിച്ചൊക്കെ അത് അപകടകാരിയാണെന്ന്, അത് വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് മനസ്സിലാവുമോ? അതൊരു ടേസ്റ്റ് പുളിപ്പൊക്കെയുള്ള കൂട്ടാണ്. അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും വേണ്ട. ജോൺസൺ എന്നാണ് വലിയ ഇൻ്റർനാഷണൽ കമ്പനിയല്ലേ, മൾട്ടിനാഷണൽ കമ്പനി. ആ കമ്പനിയാണ് കുട്ടികൾക്ക് പൗഡർ ഒരു സോപ്പൊക്കെ ഇട്ടത്. അതിന് കുട്ടികൾക്ക് ക്യാൻസർ വരാവുന്ന രീതിയിലുള്ള ഉൽപ്പന്നം ചേർത്തിൽക്കുള്ള പരാതി ഒന്ന് അമേരിക്കയായിട്ട് കോടിക്കണക്കിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. ആ ഉൽപ്പന്നക്കാണ് ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആദ്യം വരുന്നത്. അങ്ങനെയുണ്ട്. അത് ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കനുസരിച്ച് വായു മലിനീകരണോടെ 10 ലക്ഷം പേര് മരിക്കുകയാണ് ലോകത്ത്. മലിനജലം കൊണ്ട് മരിക്കുകയാണ്. ഭക്ഷണം മായി ചെന്ന ഭക്ഷണം കൊണ്ട് മരിക്കുകയാണ്. ഇപ്പം നാളെ നമ്മുടെ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ്, സർക്കാർ ആശുപത്രിക്കടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലുള്ള വാട്ടർ അതോറിറ്റിയുടെ സൂപ്രണ്ട് എഞ്ചിനീയർ ഓഫീസിലേക്ക് ഒരു കലം പൊട്ടിച്ച് ഒരു സമരം നടത്തുന്നു. എന്നെയൊക്കെ ക്ഷണിച്ചത് ഞാനതിൽ ഭാഗമാക്കുന്നത്. ഞാൻ അവിടെ പറയാൻ പോകുന്ന പ്രധാന വിഷയം ഇതാണ്. ഈ വെള്ളം, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നെങ്കിൽ അത് കുടിവെള്ളത്തിന് വേണ്ടിയാണ്, ജീവജലത്തിന് വേണ്ടിയാണ്. ജീവാമൃതമാണ് കുടിവെള്ളം. വായു ഇല്ലാതെ ജീവിക്കാമെന്ന് കണ്ടുപിടിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ വെള്ളമില്ലാതെ ഒരു നിശ്ചിത സമയത്ത് പോലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ലോകത്ത് തന്നെ ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യം വളരെ കൂടുതലാണ്. ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭ ജലം എടുക്കണല്ലോ. 40-50 അടി താഴ്ത്തി കെട്ടിക്കൊണ്ടതല്ലേ ഇപ്പം 400-500 അടി താഴ്ത്തി കിട്ടുന്നില്ല. ഒരു തുള്ളി വെള്ളം പോലും ഭൂമിയിലേക്ക് വലിയുന്നില്ല. മഴ പെയ്തുള്ള വെള്ളം മുഴുവൻ ഇങ്ങനെ ഒലിച്ചു പോകണം. റോഡ് ടാറ് ചെയ്തും പിന്നെ കോൺക്രീറ്റ് വിരിച്ചിരിക്കണം. മറ്റേ മുറ്റമില്ല. കോൺക്രീറ്റ് വനങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് പട്ടണങ്ങൾ നിറഞ്ഞു. വെള്ളം ഭൂമിയിലേക്ക് വലിയണ്ടേ? അങ്ങനെ വലിയുന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ അഴുക്ക് ചാലുകളാണ് ലോകത്ത്
രോഗങ്ങളുടെ ഉറവിടമെന്ന് പറഞ്ഞ് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വലിയ തീസീസോ അല്ലെങ്കിൽ സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കാനയിൽ വെള്ളം ഭൂമിയിലേക്ക് ഒഴുകാൻ വേണ്ടി അടി കോൺക്രീറ്റ് ചെയ്യാതെ എടുക്കുന്നതൊക്കെ നമ്മൾ പലരും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് ആവർത്തനം വരുന്നത്. അപ്പോൾ ഈ ജലമാണ്, ജീവജലമാണ് ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നം ലോകത്ത് വരുന്നത്. വെള്ളം വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിച്ചാൽ പറഞ്ഞത്, ഇപ്പോൾ ഇടുക്കി ഡാമുകൾ, ഇടുക്കിയിലേക്ക് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കുമ്പോൾ ഇടുക്കിയിലേക്ക് വാട്ടർ പമ്പ് വെച്ചിട്ട് നമ്മൾ 5-10 ലിറ്ററൊക്കെ പോയി വാങ്ങിക്കേണ്ടി വരുന്ന ഗതികേട് വരുമെന്നാണ് ആധുനിക ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്ത് വിശ്വസിക്കാൻ പറ്റും? പണ്ടൊരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നാൽ അവൻ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, പണക്കാരെന്നോ. ഇന്നിപ്പോൾ എല്ലാം നമ്മൾ വെള്ളം കൊണ്ടു കിടക്കല്ലേ. പണ്ട് പർച്ചേസിങ് പോകുന്ന ഒരു ചാക്കോട് നമ്മൾ പോയി കഴിഞ്ഞാണല്ലോ തെണ്ടിയാന്ന് പറയും. ഇന്നിപ്പോൾ പർച്ചേസിങ് പോകുന്ന ബാഗുണ്ട്, പർച്ചേസിങ് ബാഗ്, അത് ഒരു ശീലമായി. അതൊക്കെ പോട്ടെ, ഈ വെള്ളത്തിന് ക്ഷാമം പോലെ ഇനി ലോകത്ത് ഇന്ത്യയിൽ കേൾത്തി വരാൻ പോകുന്നത് ശുദ്ധവായുവിൻ്റെ അഭാവമാണ്. അതിൽ നിന്നുള്ള ഓക്സിജൻ്റെ അഭാവം. ഈ ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുമ്പോൾ വെള്ളത്തിൽ ഇപ്പോൾ ഒരു കുപ്പിക്ക് 20 രൂപയ്ക്ക് വരുന്നത്, 1 ലിറ്ററിന് 20 രൂപയൊക്കെ ഉള്ളൂ. 12 രൂപ, 15 രൂപ, മാക്സിമം 20 രൂപ. അതുപോലെ ഒരു കുപ്പി ഓക്സിജന് 1000 രൂപ വരുന്നത്. ഒരു ദിവസം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിജന്, ദൈവം ഫ്രീ ആയിട്ട് ഓക്സിജന് ലക്ഷക്കണക്കിന് രൂപ വരും പെർ ഡേ. അപ്പോൾ നമ്മൾ ഈ ദൈവം തരുന്ന ഈ ഓക്സിജന് മൊത്തം നോക്കി എത്ര ലക്ഷം കോടി രൂപ വരും. അതുപോലെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? പ്രകൃതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, മരം ഒരു വരം തെറ്റിടോ? ഞങ്ങൾ മധ്യ കേരള തലസ്ഥാനം ഇരുവരം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. മരം ഒരു വരം, മധ്യ കേരള തലസ്ഥാനം ഇരുവരം, അത് 2 വരമാണ്. അങ്ങനെ പ്രകൃതി മലിനമായിക്കൊണ്ടിരിക്കുന്നു, ഭൂമി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധം നടത്തുന്നു. അങ്ങനെ അരക്ഷിതാവസ്ഥയാണ് ലോകത്ത് നടക്കുന്നത്. അതിൽ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നാളെ എന്ന ചിന്തയില്ല, ഇന്നും മാത്രം ചിന്തിക്കുള്ളൂ. നാളെ ചിന്തിച്ച് അടുത്ത ഇലക്ഷൻ എങ്ങനെ നേടാമെന്ന് മാത്രം കൂടിക്കും, അതിനപ്പുറം ചിന്തിക്കില്ല. അതെന്തിനാ ഞാൻ പറഞ്ഞു, സർവസ്നേഹി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ സർവസ്നേഹിയാകാൻ പറ്റുമോ? കാരണം അവൻ്റെ സ്വാർത്ഥത അവനാകാൻ പറ്റില്ല. പക്ഷെ മൊയ്തീൻ ഷാക്കാകാം. കാരണം ഞാൻ രാഷ്ട്രീയക്കാരാണെങ്കിലും എല്ലാവരും സ്നേഹിക്കാൻ നമുക്കറിയാം. ഒരു രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയക്കാർ എങ്ങനെ നമ്മൾ ബഹുമാനിക്കുന്നതാണ് ചോദ്യം. ശരിയാണ്, ഇന്നത്തെ കക്ഷി രാഷ്ട്രീയം വെച്ച് നോക്കിയാൽ ശരിയാണ്. പക്ഷെ നമ്മൾ സ്നേഹിക്കണം, പഠിക്കണം, അപ്പോഴേ രാഷ്ട്രീയക്കാരനാവുള്ളൂ. ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ്? നിങ്ങളുടെ ആശയത്തെ അങ്ങേറ്റം ഞങ്ങൾ എതിർക്കുന്നു, പക്ഷെ നിങ്ങളുടെ ആശയ പ്രചരണത്തിന് എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ ഞങ്ങളുടെ ജീവൻ കൊടുത്തോലും അത് ഞാൻ നേരിടും. അതാണ് ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ, വ്യാഖ്യാനം. അത് വെച്ചപ്പോൾ അങ്ങനെയാണ് നോക്കുമ്പോൾ മറ്റൊരു പാർട്ടി വിശ്വസിക്കാൻ നമ്മൾ സ്നേഹിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നാം മനുഷ്യനല്ല, മനുഷ്യൻ പദത്തിന് അൺഫിറ്റാണ്. ഇത് ബഹുമാന്യരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും ആവർത്തിങ്ങനെ വരുന്നതുകൊണ്ട് വിരസത ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, പരമാവധി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് ചില സന്ദർഭങ്ങളിൽ വിഘാതം നേരിടാറുണ്ട്. എങ്കിലും പരമാവധി നമ്മൾ വിട്ടുവീഴ്ച ചെയ്തും സ്നേഹിച്ചും മനുഷ്യ സഹായം കൊടുത്തും മുന്നോട്ട് പോകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.